ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഹംഗേറിയിലെ ടു ഫില്ലർ എന്നറിയപ്പെടുന്ന ഒരു ഹോൾ കോയിൻസിൻ്റെ വാല്യൂം ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഹോൾ നാണയമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു ഹോൾ നാണയം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന നാണയം ഈ ഒരു നാണയമാണ്. ഹംഗേറിയിലെ ടു ഫില്ലർ എന്നറിയപ്പെടുന്ന നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ലോട്ടായിട്ട് ഏകദേശം ഒരു 10ഓളം നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാനിപ്പോൾ മേടിച്ചായിരുന്നു. എല്ലാം നല്ല കണ്ടീഷൻ, UNC കണ്ടീഷൻ തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയം ഹംഗേറിയിലെ ടു ഫില്ലർ എന്നറിയപ്പെടുന്ന നാണയമാണ്. സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ നാണയമാണ്. ഏകദേശം 1989 അതായത് 1950 മുതൽ 1989 വരെ നിലവിലുണ്ടായിരുന്ന നാണയങ്ങളാണ്. ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് 2 ഫില്ലർ എന്നാണ്. ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന അലുമിനിയം മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അലുമിനിയം കൊണ്ട് നിർമ്മിച്ച ഒരു ഹോൾ നാണയമാണ്. ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്നത് 0.65 ഗ്രാം ആണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് 18 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ആയിട്ടുള്ളൊരു ഷേപ്പും പിന്നെ വരുന്ന സെൻറ്ററായിട്ടൊരു ഹോളാണ്. അപ്പോൾ നമുക്കിങ്ങനെ റൗണ്ട് ആയിട്ടുള്ളൊരു ഷേപ്പും സെൻറ്ററായിട്ടൊരു ഹോളും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പിറകുവശം എന്ന ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് ആ ഒരു ഹംഗേറിയൻ ഭാഷയിൽ, അതായത് ഹംഗേറിയൻ ലാംഗ്വേജസിൽ നമുക്കിവിടെ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി കറക്റ്റായിട്ട് ഈ ഒരു ലെറ്റേഴ്സ് എന്താണെന്ന് പ്രൊണൗൺസിയേഷൻ ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ വിടുകയാണ്. അപ്പോൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു നാണയത്തിൻ്റെ വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു നാണയം 1950 മുതൽ 89 വരെ നിലവിലുണ്ടായിരുന്ന നാണയങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെടുന്ന ഈ ഒരു നാണയം 1963 ആ ഒരു വർഷത്തിലെ നാണയമാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും, 1963 എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ പുറകുവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ ഒരു ഹോൾ ഉണ്ടായിരിക്കും. അതിന് മുകൾ ഭാഗത്തായിട്ട്, അതായത് ഈ ഒരു ഭാഗത്തായിട്ട് 2 എന്നുള്ളൊരു അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ 2 ഫില്ലർ എന്നാണ്. അപ്പോൾ 2 എന്നുള്ളൊരു അക്കം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്തായിട്ട് ഫില്ലർ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഹാഫ് സർക്കിളായിട്ട് ഒരു ഇലയുടെ പിക്ചറും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്തായിട്ട് BP എന്നുള്ളൊരു ഇംഗ്ലീഷ് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ BP എന്ന് പറയുന്ന ഈ ഒരു നാണയത്തിൻ്റെ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് ആണ്. ഹംഗേറിയൻ മിൻറ്റിനെയാണ് BP എന്നിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും BP എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പിറകുവശം എന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 10ഓളം നാണയങ്ങൾ മേടിച്ചായിരുന്നു. ആ 10 നാണയങ്ങളാണ് ഈ ഒരു നാണയങ്ങൾ. എല്ലാം നല്ല UNC കണ്ടീഷനാണ്. അപ്പോൾ ഹംഗേറിയിലെ ടു ഫില്ലർ 1963, അതായത് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന എല്ലാ നാണയങ്ങളും 1963 ആ ഒരു വർഷത്തിലെ നാണയമാണ്. ഈ ഒരു വർഷത്തിലെ ഈ ഒരു നാണയങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു 75 രൂപ മുതൽ 100 രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. അപ്പോൾ ഒരുപാട് പേരൊക്കെ ഈ ഒരു നാണയങ്ങളൊക്കെ ഇപ്പോൾ ലോട്ടായിട്ട് മേടിച്ച് കളക്ഷൻ ചെയ്യുന്നുണ്ട്. എന്തെന്നാൽ ഹോൾ കോയിൻസിൻ്റെ ഒരു കളക്ഷൻ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഹോൾ കോയിൻസിനൊക്കെ നല്ല വാല്യൂ, മാർക്കറ്റ് വാല്യൂ ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ മേടിച്ചതാണ് 10ഓളം നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് മേടിച്ചായിരുന്നു. അപ്പോൾ ഇത്രയും നാണയങ്ങളാണ് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ 2 ഫില്ലർ എന്നറിയപ്പെടുന്ന ഹംഗേറിയിലെ ഈ ഒരു ഹോൾ കോയിൻ നാണയത്തിൻ്റെ വാല്യൂ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് 75 രൂപ മുതൽ 100 രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഹോൾ കോയിൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിലെ ഹോൾ കോയിൻസോ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. എന്നാൽ ഹോൾ കോയിൻസ് നല്ലൊരു കളക്ഷനാണ്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു പ്രൈസ് കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയങ്ങളാണ് ഹോൾ കോയിൻസ്. അതുപോലെ തന്നെ ഹോൾ കോയിൻസിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനാണ്. അപ്പോൾ പലരും ഹോൾ കോയിൻസിൻ്റെ നല്ലൊരു കളക്ഷനൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കൊരു ഹോൾ കോയിൻസിൻ്റെ കളക്ഷൻ ഉണ്ട്. ഞാൻ മുന്നേയുള്ള വീഡിയോയിലൊക്കെ ചില നാണയങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നാണയങ്ങളൊക്കെ ആരെങ്കിലും കാണാത്തവരുണ്ട്, തീർച്ചയായും ആ ഒരു വീഡിയോ ഒക്കെ കണ്ട് ആ ഒരു നാണയങ്ങളുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി ആ ഒരു നാണയങ്ങളൊക്കെ ശേഖരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ കൈവശമല്ല ഇതുപോലുള്ള ഹോൾ കോയിൻസ് നാണയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.